എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങളിപ്പോൾ നോർവേയിലാണുള്ളത്. നോർവേയുടെ ഇതിന് മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നോർവേയിലെ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഞങ്ങളുടെ പിസ്സയാണ്. പിസ്സ വരുമ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നോർവേ എന്ന രാജ്യത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി നമുക്ക് ഈ വീഡിയോയിൽ ആസ്വദിക്കാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടുത്തെ പ്രകൃതി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സ്വിറ്റ്സർലൻഡിലൊക്കെ കണ്ട അതേ രീതിയായിരുന്നു തോന്നുന്നു. അത്രയും മനോഹരമായിട്ടുള്ള വീടുകളുടെ കൺസ്ട്രക്ഷൻ ആയാലും അതുപോലെ തന്നെ ഫുള്ള് എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും അതുമാതിരി പൂക്കളായാലും പിന്നെ കുറേ ഒരുപാട് തടാകങ്ങളും മലനിരകളൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ നോർവേ. നമ്മുടെ ഇന്ത്യയിലും ഇതുപോലെയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് കേട്ടോ. അതായത് കാശ്മീരിൽ പോകുമ്പോഴും അതുപോലെ തന്നെ കുളു മണാലിയൊക്കെ പോകുമ്പോൾ ഇതുമാതിരിയുള്ള താഴ്വരകളും ഇതുമാതിരിയുള്ള ഭൂപ്രകൃതി തന്നെയാണ് അവിടെയും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഫയറി റിസോർട്ട് എംസഡാൽ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു വലിയ മലയുടെ താഴ്വാരത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വെറ്ററും തൊപ്പിയൊക്കെ ധരിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത്. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ളത് കൊണ്ട് പുറത്തിറങ്ങി നടക്കാനും പറ്റില്ല. അത്രയും നല്ല തണുപ്പുണ്ടായിരുന്നു.
ഇത് നോർവീജിയൻ ക്രൗൺ ആണ്, ഇവിടുത്തെ കറൻസിയാണ്. അപ്പോൾ ഇത് 100 രൂപയുടെ നോർവീജിയൻ ക്രൗൺ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് 100 രൂപയുടെ നോർവീജിയൻ ക്രൗൺ ആണ് ഈ കാണുന്നത്. ഇത് അതുമാതിരി നോർവീജിയൻ ക്രൗൺ ആണ്, 50 രൂപയുടെ നോർവീജിയൻ ക്രൗൺ ആണ് ഈ കാണുന്നത്.